ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇപ്പോൾ വരാൻ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വീട്ടിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നാളെ മറ്റന്നാൾ ഞാൻ തിരിച്ചു പോകും. അപ്പം ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ കാര്യം നമുക്കിതിന് ശേഷം ചാർട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരാൻ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ സെമിനാറിനെ പറ്റി മറ്റ് പല ഗ്രൂപ്പുകളിലും അനാവശ്യ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് എനിക്ക് അറിവ് പലരും എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലേട്ടൻ പിന്നെ ഭയങ്കരമായിട്ട് ലോസ് വരുത്തി. ഈ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് നടത്തി അങ്ങനെ പൈസ അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി ലോസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് സെമിനാർ നടത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വലിയൊരു ആരോപണം. ഓക്കെ, അപ്പം ആരോപണങ്ങൾക്ക് മറുപടി പറയണമല്ലോ. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. അപ്പം നഷ്ടം വരുത്തി നഷ്ടം കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ സെമിനാർ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, സെമിനാർ ഞാൻ നടത്തിയത് എൻ്റെ ആവശ്യപ്രകാരമോ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തതല്ല. നിങ്ങളിൽ പലരും പല പ്രാവശ്യം പലവട്ടം എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ക്ലാസ് ഞാൻ വെച്ചത്. ഓക്കെ, അപ്പം അത് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തു. എല്ലാവരും വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവരും സന്തോഷമായിരുന്നു. ഒരാൾ പോലും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും ഹാപ്പിയായിട്ട് എല്ലാവരും തിരിച്ചു പോയി. അപ്പം വിവാദം ഇതാണ്. അപ്പം വന്ന ലോസ് കവർ ചെയ്യാൻ വേണ്ടി സെമിനാർ നടത്തി പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പം സുനിലേട്ടൻ നഷ്ടം വന്നു, എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞാൻ ഇത് പൈസ കളഞ്ഞാണ് പഠിച്ചത്. ആ ലോസ്, ആ 4 വർഷം കൊണ്ട് വരുത്തിയ ലോസ് ഞാൻ ഇപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരിക്കലും ഫുള്ളി ഞാനത് റിക്കവർ ആയിട്ടില്ല. ഞാൻ എങ്ങും അവകാശപ്പെട്ടിട്ടില്ല അത് ഫുള്ളി റിക്കവർ, ബി ഹോണസ്റ്റ്, ഒരിക്കലും. പക്ഷേ എനിക്കറിയാം എങ്ങനെ അത് ആ ലോസ് എങ്ങനെ റിക്കവർ. പക്ഷേ ഒറ്റയടിക്ക് 4 വർഷം കൊണ്ട് വരുത്തിയ ലോസ് ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് റിവെഞ്ചിങ് ട്രേഡ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കറിയാം ആ ലോസ് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത് എൻ്റെ ഒരു സ്റ്റൈൽ. അത് ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യുന്നുള്ളത് അത് എൻ്റെ മാത്രം തീരുമാനമാണ്. അപ്പോൾ അന്നും പറഞ്ഞ് സുനിലേട്ടൻ ഫുള്ളി ലോസാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. അപ്പോൾ അവരുടെയൊക്കെ പലരും എൻ്റെ PL കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര മേളക്കം പലയിടത്തും കാണുന്നുണ്ട്. അപ്പം അതിനോടൊരു മറുപടി എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഡിസംബർ 2025 തുടങ്ങിയല്ലോ. ഇപ്പോൾ ജനുവരി മാസം കഴിഞ്ഞതേ ഉള്ളൂ, ഫെബ്രുവരി തീരാൻ പോകും. അപ്പം ജസ്റ്റ് ഞാനപ്പം ഈ വർഷം തുടങ്ങിയത് മുതൽ ഇന്ന് എത്ര തീയതി, ജനുവരി, ഫെബ്രുവരി, ഒരു ഫെബ്രുവരി 15, 16, 17 അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം അന്ന് വരെയുള്ള ഒരു PL ഇത്രയും നാൾ കൊണ്ട് സുനിലേട്ടൻ എത്ര പൈസ ഉണ്ടാക്കി എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുക. എന്ന് സ്ക്രീൻഷോട്ട് മാത്രം. ആ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ പറയുന്നത് ഫേക്കായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഞാനും നിങ്ങൾ ഒന്നിച്ചാണ് ട്രേഡ് എടുക്കുന്നത്. നഷ്ടമായാലും ലാഭമായാലും നമ്മൾ ഒന്നിച്ചാണ് സഹായിക്കുന്നത്, അല്ലേ? അപ്പം ഞാനവിടെ അഥവാ ആ ട്രേഡ് വിജയിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാറുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു മനസമാധാനത്തിന് ജസ്റ്റ് എൻ്റെ PLൻ്റെ സ്ക്രീൻഷോട്ടൂടെ ഏകദേശം ജനുവരി 1 മുതൽ ഫെബ്രുവരി ഒരു 16, 17 തീയതി വരെ, ഓക്കെ, ഈ മാസം തീരാനില്ല, 2 ദിവസം 3 ദിവസം ഉണ്ടല്ലോ, ഒരു 17 തീയതി വരെ ഒക്കെ ഉള്ള ഒരു സ്ക്രീൻഷോട്ട് എത്ര ദിവസം കസ്റ്റമായിട്ട് ഞാൻ ചെയ്തിട്ട് ധനിലാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണം എത്ര പൈസ ഉണ്ടാക്കിയത് നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതോടെ വിവാദം അവസാനിക്കുമല്ലോ. ഇപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും എവിടെയാണെന്ന് പറഞ്ഞാലും വിവാദങ്ങളുണ്ടാകും. കാരണം ഇവർക്ക് ഇതൊക്കെ രസമാണ്, കാരണം അവർക്ക് നഷ്ടപ്പെടാനല്ല. പക്ഷേ എനിക്ക് നഷ്ടപ്പെടാമെന്ന് വെച്ചാൽ എനിക്ക് മാന്യമായ ഒരു ജോലിയുണ്ട്, ഫാമിലിയുണ്ട്. അപ്പം ഞാനിത് നാട്ടുകാരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവസാനം ഇത് എനിക്ക് വിനയായിട്ട് വരുവാണെന്നാണ് ഞാൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്. ഛേദമില്ലാത്ത ഉപകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാ വെറുതെ വിവാദത്തിനകത്തിലൊക്കെ അകപ്പെടേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. ഈ വന്ന കാലമാണ്, നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം പണ്ട് ഒരു നമ്പൂരി പറഞ്ഞ പോലെ പിന്നെ നമ്പൂരി അയ്യത്ത് മുഴുവൻ ചീനിക്കമ്പ് നട്ടു, കപ്പത്തണ്ടേ ചീനിക്കമ്പ് നട്ടു. ചീനിക്കമ്പ് നട്ടതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പട്ടി അതിനകത്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തെക്കോടെ കിടന്ന് ഭയങ്കര ഓട്ടം. അപ്പോൾ ഓരോ ഓട്ടത്തിലും ഓരോ കമ്പ് ഇങ്ങനെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അപ്പം നമ്പൂരി അടുത്ത് പറഞ്ഞ്, ഇടീ പട്ടിക്ക് ഇതൊരു കളി, കമ്പ് പോകുന്നത് നമ്മുടെ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഇതൊരു രസമാണ്. പക്ഷേ നമുക്ക് അതിനകത്തിലൊന്നും ഇടപെടാൻ, നമുക്കാണ് അതിൻ്റെ ചീത്തപ്പേര്. അപ്പോൾ എന്തിനാ? അപ്പോൾ സെമിനാറിന് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ എന്തായാലും ആ ബീച്ചിൻ്റെ സൈഡിൽ 2 സെൻറ്റ് വസ്തു അവന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെമിനാറിൻ്റെ പൈസ കൊണ്ടേ. അപ്പോൾ 2 സെൻറ്റ് വസ്തുവിനുള്ള അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കണം. അപ്പോൾ ബാക്കി സെമിനാറിന് നടത്തിയിട്ട് വേണം അത് സംഭവം വാങ്ങിക്കാൻ.
ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ, സ്ക്രീൻഷോട്ട് കണ്ടെങ്കിലും ഈ പി എൽ കണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അതിനിടെ വേറെ കാര്യം പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഇതിന് ശേഷം പറയുന്ന പ്രവാസികൾക്ക് വേണ്ടി ഞാനൊരു ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ക്ലാസ് ഉപേക്ഷിച്ചു. കാരണം എനിക്ക് വിവാദങ്ങൾക്ക് താല്പര്യമില്ല. എന്തിനാണ് ഞാൻ വെറുതെ വിവാദത്തിൽ അകപ്പെട്ട് എൻ്റെ പേര് കളയുന്നതിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? എനിക്കത് താല്പര്യമില്ല. കാരണം എനിക്ക് വയ്യ, എനിക്ക് വിവാദം കേൾക്കാൻ വയ്യ. അപ്പം നിങ്ങൾക്ക് ഇപ്പം നാട്ടിലുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഓർഗനൈസ് ചെയ്യുക. ഇനി ഞാൻ ഓർഗനൈസ് ചെയ്യത്തില്ല. നമ്മുടെ ആദ്യത്തെ അവസാനത്തെ പരിപാടിയാണ്. ഇനി നമ്മളൊരു പരിപാടിക്കില്ല. എനിക്ക് ടെൻഷൻ അടിക്കാനും വയ്യ, ഇങ്ങനെ പേര് ദോഷം കേൾക്കാനും വയ്യ. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് മുൻകൂട്ടി ഞാൻ പറയാം. ആ സമയത്ത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ക്ലാസ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ട്രിവാൻഡ്രത്തുനിന്നും എറണാകുളത്തുനിന്നും 2 കൂട്ടരെ വിളിച്ചിട്ട് പറയും, സാർ ഞങ്ങൾക്ക് ക്ലാസ് ഇവിടെ വെക്കണം, സാറിൻ്റെ സൗകര്യം പോയി പറഞ്ഞാൽ മതി പറയും. അപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അവിടെ ഉള്ളവരോട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് എന്നോടൊന്ന് പറയുക. നിങ്ങൾ ഒരു പൈസ പോലും എനിക്ക് തരണ്ട. ഓക്കെ, ഞാൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് നിങ്ങൾ വണ്ടിക്കൂലി പോലും തരണ്ട. ഞാൻ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. എനിക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ അതിനകത്തിലൊന്നും ഒരു ഭാരപ്പെടേണ്ട. പക്ഷേ ഞാനായിട്ട് ഇനി ഒരു ഓർഗനൈസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ആ പരിപാടി വേണ്ട, എനിക്ക് വയ്യ. അതുകൊണ്ട് എനിക്കങ്ങനെ നാണം കെടാൻ പറ്റത്തില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിവാദം അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടിട്ടേക്കാം. നിങ്ങളത് കണ്ട് കാണേണ്ടവർക്ക് കണ്ട് തൃപ്തി അടയാം എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീ മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ പി എല്ലിൻ്റെ സ്ക്രീൻഷോട്ട്. ഞാൻ ധനിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ധനിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ സ്ക്രീൻഷോട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഇതിപ്പോൾ ഞാൻ കസ്റ്റമാണ് എടുത്തേക്കുന്നത്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 17 വരെ, 18-ാം തീയതി. അതിന് ശേഷം എനിക്ക് 2-3 പിന്നെ പൊസിഷണൽ ട്രേഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് 17-ാം തീയതി വരെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്ര 21 22 അത്രയും കണ്ടായി. ഓക്കെ, 17-ാം തീയതി വരെയുള്ള ട്രേഡ്. അപ്പം ഇതാണ് എൻ്റെ ട്രേഡ്. ഏകദേശം 2,62,082 പൈസ ഈ 47 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ലാക്സ് അറൗണ്ട് 6 ലാക്കാണ് എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇത് ഫേക്കാന്ന് പറയുന്നവരോട് ഇനി എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ചെയ്യുന്ന ട്രേഡിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുന്നത് 40 ദിവസത്തെ ഒരു 47 ദിവസത്തെ ഒരു പി എൽ എന്ന് പറയുന്നത് 2,62,000 രൂപയാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചിലപ്പോൾ ലോസ് വരും, ചിലപ്പോൾ ലാഭം വരും. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ട്രേഡ് ആൻഡ് സിറ്റുവേഷൻ ഒക്കെയാണ്. അപ്പം ജസ്റ്റ് ഇത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ ബ്രോക്കറിന് എത്ര കൊടുത്തു, പിന്നെ എത്ര ട്രേഡ് ചെയ്തു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് എൻ്റെ പി എൽ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഈ 47 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സെമിനാർ നടത്തിയില്ലെങ്കിലും സുനിലേട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും എന്നുള്ളത് ഇതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടെ ആ വിവാദം ഇതുകൊണ്ടെങ്കിലും ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്ത് വെച്ച് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇതിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. നമ്മൾ ആദ്യം ഒരു ട്രേഡ് എടുത്തത് SL ആയിപ്പോയി അല്ലേ. SL അടിച്ചു, നഷ്ടം വന്നു, എനിക്ക് നഷ്ടം വന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോളിൽ നിന്ന് നഷ്ടം വന്നു. നമ്മൾ വിചാരിച്ചത് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് റീട്രേസ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു AMO ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ക്യാപ്ചർ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ AMO എടുത്ത് ബുക്ക് ചെയ്ത എത്ര പേരുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അതിന് ശേഷം നമ്മളിവിടെ വന്ന് റീബൗണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ ട്രേഡ് എടുത്തു, പക്ഷേ നമ്മുടെ SL അടിച്ചു, അത് നമ്മൾ വിട്ടു. അതിന് ശേഷം രണ്ടാമത് നമ്മൾ മാർക്കറ്റ് വീണ്ടും പതുക്കെ അരിഞ്ഞ് വീഴുക താഴോട്ട് അല്ലേ, ചെറുതായിട്ട് കയറുന്നു വീഴുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട്, ഒരു കൺസോൾട്ടേഷൻ മോഡിൽ ഒരു സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ വീണ്ടും വിടുന്നൊരു ട്രേഡ് ഞാൻ പറഞ്ഞായിരുന്നു ഗ്രൂപ്പിൽ. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഒറ്റ ക്യാൻഡിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ അവിടെ ഞാൻ ചാടി ഇറങ്ങി. അപ്പോൾ ഈ ലോസ് ഇവിടെ ഞാൻ കവർ ചെയ്തു, ചെറിയൊരു ലോസ് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ കവർ ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഈ ഹൈ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റായി. ഈ ഒറ്റ ക്യാൻഡിൽ ഞാൻ എക്സിറ്റായി.
പക്ഷേ ഇവിടെ വന്ന ലോസ് ഇവിടെ എനിക്ക് കവറായില്ല. ചെറിയൊരു ലോസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും താഴെ വന്നപ്പം ഈ ഏരിയയിൽ വന്നപ്പം ഇവിടെ വന്നപ്പം ഞാൻ വീണ്ടും എടുത്ത് ബട്ട് അത് വീണ്ടും ലോസിലോട്ട് പോയെങ്കിലും ഞാനത് ഹോൾഡ് ചെയ്തെങ്കിലും ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് പറയാൻ കാര്യം വെച്ചാൽ US ഫ്യൂച്ചർ നല്ല പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഗ്ലോബൽ ന്യൂസ് എല്ലാം ഏകദേശം ഒരു കുഴപ്പമില്ലാതെ ഗ്രീനിലാണ് കൂടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്തപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കും ദൈവം മാത്രം അറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കൺവിക്ഷൻ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടും എന്നാണ്. നമുക്ക് കണ്ടറിയാം ഗ്യാപ്പ് അപ്പ് കിട്ടുമോ ഇല്ലെന്നുള്ളത്. കാരണം ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആണ്. അപ്പം അതുകൊണ്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്ന് US മാർക്കറ്റ് ഗ്രീനിൽ എൻഡ് ചെയ്യുവാണ്. മാത്രമല്ല 22,500 ഒരു മേജർ സപ്പോർട്ടാണ് നിഫ്റ്റിക്ക്. അപ്പം 22,500 ആ റേഞ്ചിലോട്ട് വന്നിട്ട് മാർക്കറ്റ് അവിടുന്ന് റീബൗണ്ട് ചെയ്തു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റീബൗണ്ട് ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. 22,667 കടന്നാൽ നമുക്ക് നിഫ്റ്റിക്കൊരു ബുള്ളിഷ് മൊമെൻറ്റ്, അതായത് ഇന്നലത്തെ ഹൈ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 22,660. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല മൂഡിലല്ല. കാരണം എന്നെ അത് ശരിക്കും ഈ വിവാദങ്ങളൊക്കെ എനിക്കത് എൻ്റെ മനസ്സിനത് അത്ര അങ്ങോട്ട് സുഖമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്ര നല്ല മൂഡിലല്ല. എങ്കിലും ഞാൻ നമ്മുടെ എന്താ പറയുന്നത് പ്രീ മാർക്കറ്റ് ഒഴിവാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർബന്ധം. ഒരു കാര്യം നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് നടത്തണം എന്നൊരു വാശി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം 22,667 ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഒരു ഷോർട്ട് കവറിങ് 22,721 ശേഷം ഈ ബ്ലൂ ലൈൻ 22,721 ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി മാർക്കറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, ഒരു ഷോർട്ട് കവറിങ് റാലി. അപ്പോൾ ഞാനതൊന്ന് ഗ്രീനാക്കി മാർക്ക് ചെയ്യാം. ഇതും നമ്മൾ ഇന്നത്തെ ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇന്നത്തെ ഹൈ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 22,500 ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ 22,500 നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇപ്പോൾ 22,518 22,517 അല്ല 18 ആക്കിയേക്കാം. 22,518. ഓക്കെ, 22,518 നമുക്ക് സപ്പോർട്ട്. ഈ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് റേഞ്ച് വരയ്ക്കാനുള്ളത് ഈ ഹൈ ആണ്. ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് റേഞ്ച് വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ ലൈൻ ഇപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ആണ്. നോക്കി കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് പ്രിഫർ ചെയ്തത്. ഓക്കെ, നമുക്കത് ബ്ലൂ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ റേഞ്ച്. ഇത് പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിവാരത്തു നിന്ന് തോണ്ടിയെടുത്താൽ മതി. ഓക്കെ, ഇത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സെല്ലിങ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, മുകളോട്ടാണെന്നുണ്ടെങ്കിൽ 22,667 22,721 22,721 കടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് കവറിങ് റാലി കാണാൻ പറ്റും. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് നമുക്ക് കിട്ടും. ഇത് രണ്ടാമത്തേത് ഇവിടുന്ന് ഇതും കട്ട് ചെയ്ത് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് സൂപ്പറായിട്ടൊരു ഷോർട്ട് കവറിങ് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് അപ്സൈഡിൽ പോകും. ഇത് കട്ട് ചെയ്ത് മുകളിൽ പോകണം. ഈ കട്ട് ചെയ്ത് 15 മിനിറ്റ് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മിഡ് ക്യാപ്പൊക്കെ നാളെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പൊക്കെ നാളെ പറക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഞാൻ ഇനി എന്താ വരയ്ക്കുന്നത് 22 ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നമുക്ക് ഒരു 4 അവറിലോട്ട് മാറ്റി നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ നോക്കട്ടെ. വരയ്ക്കാൻ നമുക്ക് ഒന്നും കാണുന്നില്ല. ഡേയിലോട്ട് നോക്കിയാലോ. ഓക്കെ, ഡേയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 22,000 കിടപ്പുണ്ട്. പക്ഷേ 22,000 ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. 22,000 ഇടയ്ക്ക് നമുക്ക് നോക്കാൻ നമുക്ക് ഇതൊരു 22,341 ജസ്റ്റ് ഞാൻ വരച്ച് നോക്കിക്കോട്ടെ. നിങ്ങൾ ലൈവായിട്ട് തന്നെ വരയ്ക്കുന്നത് കേട്ടോ. 22,300. ഓക്കെ, ഇത് നമുക്കൊരു 341. ഇത് നമുക്കൊരു സപ്പോർട്ടവിടെ കാണുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നോക്കിക്കേ, ഇവിടെ ഇത് റെസിസ്റ്റൻസ് അല്ലേ, ഇവിടെ ഒരു സപ്പോർട്ട്,
ദാ ഇവിടെ മോളിൽ പോയെങ്കിൽ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തു, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, പലയിടത്തും പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഡേ വൈസിൽ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇടത്താവളമായിട്ട് നമുക്കതിനെ കാണാം. 22,000 താഴെ വരച്ചിട്ടുണ്ട് എങ്കിലും 22,341 നമുക്കൊരു ഇടത്താവളമായിട്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചു, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല 22,500 താഴെ മാർക്കറ്റ് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എങ്കിലും മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് 22,341 ഒരു വര ഇവിടെ ഞാൻ വരച്ചിട്ട്, ഓക്കെ, ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടി തിരിച്ച് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇത്രയാണ് നാളത്തെ മാർക്കറ്റിൽ. ഇത് കുറച്ച് അപ്പം നാളത്തെ മാർക്കറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ ഇത് വരച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇതാണ് റേഞ്ച്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ ആവശ്യമില്ല, ട്രെൻഡ് ലൈനിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം, നന്ദി മാത്രം. ഓക്കെ, സഹകരിക്കുന്നവരോട് എല്ലാവരോടും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ നല്ല റീച്ചുണ്ട്, നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അങ്കലാപ്പായിരിക്കാം. എനിവേ, എന്തായാലും എനിക്ക് വിവാദങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളൊരു സൈഡ് അങ്ങ് ഒതുങ്ങും, അത്രയേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ നാട്ടുകാരെ ഉദ്ധരിക്കാൻ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അടങ്ങി ഒതുങ്ങി പരിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.